ലൈക്ക പ്രൊഡക്ഷൻ്റെ കാര്യം നമുക്കറിയാം. കുറേ സിനിമകൾ അവരെടുത്തു, അതെല്ലാം പൊട്ടി പാളീസായി അവസാനം അത് തന്നെ കമ്പനി തന്നെ ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് ലൈക്ക. അന്നേരമാണ് എമ്പുരാൻ സിനിമയിൽ നിന്ന് അവർ മനഃപൂർവ്വം പിന്മാറിയതാണ്. കാരണം അവരെ കൊണ്ട് താങ്ങില്ല എന്ന് അവർക്ക് തന്നെ മനസ്സിലായി. പാവം ഇടയിലേക്കാണ് ഗോകുലം ഗോപാലൻ ഒന്നും അറിയാതെ വന്ന് പെട്ടുപോയത്. 200 കോടിക്ക് മുകളിൽ ചിലവായി എന്നൊക്കെ പറയുന്നു. പക്ഷെ ഇപ്പോൾ അതേ അവസ്ഥ തന്നെയാണ് ലൈക്കയുടെ അതേ അവസ്ഥ തന്നെയാണ് ഗോകുലം മൂവീസിനും എന്ന് കേൾക്കുന്നു. സത്യമാണോ അത്? ശരിക്കും തന്നെ ഈ ലൈക്ക എന്താണ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ആ ലൈക്ക പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സുഭാസ്കർ അല്ലി രാജ എന്ന് പറയുന്ന ജാഫ്നയിൽ ജനിച്ച, അതായത് ശ്രീലങ്കക്കാരനായ എന്നാൽ UK ഇപ്പോൾ താമസിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ. അയാൾ ലൈക്ക എന്ന് പറയുന്ന ഒരു മൊബൈൽ തുടങ്ങും. ഈ മൊബൈൽ ഘട്ടം ഘട്ടമായിട്ട് വെച്ചടിച്ച് കയറുകയും ചെയ്തു. അതോടുകൂടി ലോകത്തെ പല അവാർഡുകളും ഈ യങ് ബിസിനസ്മാൻ എന്ന നിലയിൽ ഈ സുഭാസ്കര അല്ലി രാജയ്ക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ലഭിച്ച് ഇയാൾ ബിസിനസ്സിൽ വലിയ മെച്ചമൊക്കെ കൊണ്ടുവരുന്നു. ആ മെച്ചമൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാളുടെ ബിസിനസ് UK പോകുന്നു, പിന്നീട് ഫ്രാൻസിലേക്ക് പോകുന്നു, ബ്രസീലിലേക്ക് പോകുന്നു. അങ്ങനെ രാജ്യവ്യാപകമായി ഇത് പടർന്ന് പന്തലിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇയാൾക്ക് മറ്റ് ചില ബിസിനസ്സുകളിലൂടെ തുടങ്ങാനൊക്കെ ആഗ്രഹമുണ്ടാകുന്നു. ലോകത്തുള്ള ബിസിനസ്സുകാരൊക്കെ ഇയാൾ ആരാണ് എന്താണെന്ന് അന്വേഷിക്കുന്നു. അങ്ങനെയാണ് ജാഫ്നയിലാണ് ജനിച്ചത്. 1972 ജനനം. പിന്നീട് UK ബേസ്ഡായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നത് മനസ്സിലായി. UK ഇലക്ഷൻ നടന്ന സമയത്തൊക്കെ തന്നെ ഈ ലൈക്ക മൊബൈൽ അവിടെ വൻതോതിൽ സാമ്പത്തികമായി സഹായിച്ചു. അതായത് അവിടുത്തെ കൺസർവേറ്റീവ് പാർട്ടിയാണ് സഹായിച്ചത്. ഏതാണ്ട് അവിടുത്തെ കണക്ക് പറയുകയാണെങ്കിൽ 2 മില്യൺ പൗണ്ട് ഇലക്ഷൻ ഫണ്ടായിട്ട് ഈ ലൈക്ക മൊബൈലിന് വേണ്ടിയിട്ട് ഇയാൾ നൽകിയിട്ടുണ്ട്. ഇതോടുകൂടി ബ്രിട്ടനിലെ ഈ കൺസർവേറ്റീവ് പാർട്ടിയുടെ തലപ്പത്തുള്ളവരുമായിട്ട് ഇയാൾ നല്ല ബന്ധമായി. അതായത് ഡേവിഡ് കാമറൂൺ, അതുപോലെ തന്നെ ബോറിസ് ജോൺസൺ എന്നിവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടായി. ഇതിന് ശേഷമാണ് പിന്നീട് സിനിമാ നിർമ്മാണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനായിട്ട് ലൈക്ക തീരുമാനിച്ചു. അങ്ങനെ 2004 മറ്റോ ആണ് ഇവർ ആദ്യമായിട്ട് 2014 വിജയ് അഭിനയിച്ച കത്തി എന്ന് പറയുന്ന ഒരു സിനിമ വിതരണത്തിനെടുക്കുന്നു. കത്തി എന്ന് പറയുന്നത് ഭയങ്കര വിജയമായി, ബോക്സ് ഓഫീസ് ഹിറ്റ് അങ്ങനെ പറയാവുന്ന ആ രീതിയിൽ വൻ വിജയമാകുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു സിനിമ എടുക്കുന്നു, അതായത് നമ്മുടെ പൊന്നിയൻ സെൽവൻ, അതായത് നമ്മുടെ മണിരത്നത്തിൻ്റെ സിനിമയാണ്. അതും വമ്പൻ ഹിറ്റാകുന്നു. അങ്ങനെ ഹിറ്റുകളുടെ ഒരു സിനിമ എടുക്കുന്ന പ്രൊഡക്ഷൻ കമ്പനിയായിട്ട് ലൈക്ക വളരെ പെട്ടെന്ന് മാറുന്നു. അപ്പോൾ ലൈക്ക എന്ന് പറയുന്നത് മൊബൈൽ നിർമ്മാണ മേഖലയിൽ, അത് കഴിഞ്ഞിട്ട് സിനിമാ നിർമ്മാണ മേഖലയിൽ ഇതൊക്കെ വൻ ബ്രാൻഡായിട്ട് മാറുന്നു. ഇതിനിടയ്ക്ക് ലൈക്കയ്ക്ക് തിരിച്ചടി ഉണ്ടാകുന്നു. അതായത് 2006 ലൈക്ക മൊബൈലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ചില ജീവനക്കാർക്കെതിരെ ഫ്രാൻസിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അപ്പോൾ ആ കേസിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവിടെ 2016 ഈ 2006 ലൈക്ക മൊബൈൽ ആരംഭിച്ച് 10 വർഷത്തിന് ശേഷമാണ് കേസ് ഉണ്ടായത്. ഈ കേസ് ഉണ്ടാകുന്ന സമയത്ത് ഫ്രാൻസിൽ വെച്ച് ചില ജീവനക്കാരെ അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ പിന്നിൽ കള്ളപ്പണ ഇടപാടാണെന്നാണ് പറയുന്നത്. ഏറ്റവും വലിയ പ്രശ്നമുണ്ടായത് ലൈക്കയുടെ മുൻ CEO ആയ ക്രിസ് റൂളി എന്ന് പറയുന്ന ആൾ അവിടെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലടയ്ക്കുകയും ചെയ്തു. ഇതോടുകൂടി ഈ ലൈക്ക മൊബൈലിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നു. അപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ തോതിൽ വളർന്നു വന്ന ഒരു ലൈക്ക മൊബൈൽ എന്ന് പറയുന്ന കമ്പനി, ഇതിൽ 17 മില്യൺ യൂറോയുടെ കള്ളപ്പണ ഇടപാട് നടന്നു എന്നാണ് പറയുന്നത്. 2016 ജൂൺ 19 17 ജീവനക്കാർ അറസ്റ്റിലായതോടുകൂടി ശരിക്കും പറഞ്ഞാൽ ഈ സുഭാസ്കര അല്ലി രാജ എന്ന് പറയുന്ന ആൾ ഒരു പ്രതിസന്ധിയിലേക്ക് പതിയെ നീങ്ങുകയാണ്. ഇതിനുശേഷം ഈ അവിടുത്തെ HM റവന്യൂ, അതുപോലെ കസ്റ്റംസ് എന്നിവരുമായി ബന്ധപ്പെട്ട് ചില കേസുകളൊക്കെ രജിസ്റ്റർ ചെയ്യുന്നു. 3 പ്രധാന കേസുകളാണ് അവിടെ നിലനിന്നത്. ഫ്രാൻസിലാണ് ഈ കേസിന് തുടക്കമുണ്ടായത്. പിന്നീട് ജർമ്മനിയിൽ കേസുണ്ടാകുന്നു, നോർവേയിൽ കേസുണ്ടാകുന്നു, UK കേസുണ്ടാകുന്നു. അങ്ങനെ ആകെ ഇയാൾപ്പെട്ടു പോകുന്നു. ഒപ്പം ഇവിടെ സിനിമ പ്രൊഡക്ഷനും ഉണ്ടാകുന്നു. ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഈ സിനിമ കഴിഞ്ഞിട്ട് പിന്നീട് സിനിമയ്ക്ക് വേണ്ടി പണം ഇറക്കിയത് ചാപ്റ്റർ 1, അതുപോലെ ഇന്ത്യൻ 2, ചന്ദ്രമുഖി തുടങ്ങിയ സിനിമകളാണ്. രജനീകാന്തിൻ്റെ വേട്ടയനും ഈ കൂട്ടത്തിലിറങ്ങി. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഇദ്ദേഹത്തിന് പ്രശ്നമുണ്ടായത് ഇന്ത്യൻ 2 എന്ന് പറയുന്ന കമലഹാസൻ നായകനായ സിനിമ ഇറക്കി. ഈ സിനിമ ഇറക്കിയപ്പോൾ ഇത് വലിയ പരാജയമായി തീർന്നു. അതായത് ലൈക്ക പ്രൊഡക്ഷനെ സംബന്ധിച്ച് അവർ നിർമ്മിച്ച ഏറ്റവും മോശപ്പെട്ട സിനിമ ഇന്ത്യൻ 2 ആണ്. അത് കണ്ടാൽ അറിയാം അതിൻ്റെ എത്രത്തോളം മോശം ക്വാളിറ്റി ആയിരുന്നു എന്നുള്ളത്. പിന്നെ ശങ്കറിൻ്റെ ഒരു സിനിമ നിർമ്മിച്ചു, അതിനും വൻതോതിൽ പൈസ മുടക്കിയിരുന്നു. പക്ഷേ ഈ ഇന്ത്യൻ 2 വന്നതോടുകൂടി ഇയാളുടെ പടിയിറക്കം തുടങ്ങി ലൈക്കയ്ക്ക്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ലൈക്ക പ്രൊഡക്ഷൻ്റെ ഉടമയായ സുഭാസ്കർ അല്ലി രാജയും ഗോകുലം ഗോപാലനും തമ്മിൽ ചില ബന്ധങ്ങളുണ്ടായി. എന്ന് പറഞ്ഞാൽ ഗോകുലം ഗോപാലിന് ഏതാണ്ട് 68 കോടിയോളം രൂപ ഈ പറയുന്ന ലൈക്ക പ്രൊഡക്ഷൻസിന് നൽകിയെന്ന് പറഞ്ഞത്. എന്ത് കാര്യത്തിനാണെന്ന് നമുക്കറിയില്ല. ഇപ്പം എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ഗോകുലം ഗോപാലിനെതിരെ ഉയർന്ന ആരോപണം എന്താ? വിദേശത്ത് നിന്ന് ഈ നിയമങ്ങൾ ലംഘിച്ച് പണം സ്വീകരിച്ചു എന്നുള്ളതാണ്. അതായത് ഏതാണ്ട് 370 കോടിയോളം രൂപ ക്യാഷായും 220 കോടിയോളം രൂപ ചെക്കായും സ്വീകരിച്ചു. ഇവിടെയാണ് ഈ സുഭാസ്കർ അല്ലി രാജയുമായിട്ടുള്ള ബന്ധം. എന്തിനാണ് ഇവർ തമ്മിലുള്ള കണക്ഷൻ ഉണ്ടായത്? അപ്പോൾ
എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിൽ നിന്ന് ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറുന്നു, സിനിമ പ്രതിസന്ധിയിലാകുന്നു എന്ന് പൃഥ്വിരാജ്, മോഹൻലാലൊക്കെ പറയുന്നു. അപ്പോഴാണ് ഗോകുലം ഗോപാലൻ സഹായവുമായി എത്തുന്നു എന്ന് പറയുന്നത്. സത്യത്തിൽ ഗോകുലം ഗോപാലൻ സഹായവുമായി എത്തിയതല്ല. ലൈക്ക പ്രൊഡക്ഷൻസ് 68 കോടിയോളം രൂപ ഗോകുലം ഗോപാലിൻ്റെ ശ്രീ ഗോകുലം പ്രൊഡക്ഷൻസിന് ഉൾപ്പെടെ നൽകേണ്ടതുണ്ട്. ഈ പണം നൽകാൻ കാശില്ലാതെ വന്നപ്പോൾ ഈ നിർമ്മാണ ചുമതല അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാക്കാനായിട്ട് ശ്രീ ഗോകുലത്തെ ക്ഷണിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ പണം നേരിട്ട് നൽകാൻ ഞങ്ങളുടെ പൈസ ഇല്ല, പകരം ഇത് ലാഭവിഹിതം ഉണ്ടാക്കുമല്ലോ, എമ്പുരാൻ വലിയ ഹിറ്റാകുമെന്ന് മുൻപേ പ്രതീക്ഷിച്ചാണ്, ആ പൈസ ഇങ്ങനെ സ്വരൂപിക്കാമെന്നൊക്കെ ഗോകുലം ഗോപാലിൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷേ ശ്രീഗോകുലം മൂവീസിന് അല്ലെങ്കിൽ ഗോകുലം ഗോപാലിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. കാരണം മഞ്ഞുമൽ ബോയ്സുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ, കൊച്ചിയിലെ ഒരു ഹോട്ടൽ ഇടപാട്, ഒരു ചാനൽ ഇടപാട്, ഇതുമായി ബന്ധപ്പെട്ട് ഗോകുലം ഗോപാലിൻ്റെ കമ്പനി നടത്തിയ ഇടപാടുകൾ ഇതൊക്കെ തന്നെ സംശയമുള്ളതാണെന്ന് പറഞ്ഞ് ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകി. അതുകൊണ്ടാണ് ED പെട്ടെന്നൊരു നോട്ടീസ് നൽകുകയും ഗോകുലം ഗോപാലിനെ കോഴിക്കോട്ട് വെച്ചും ചെന്നൈയിലും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. അപ്പോൾ ലൈക്ക പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഇന്ത്യൻ 2 എന്ന് പറയുന്ന സിനിമയോടുകൂടി ഏതാണ്ട് തകർന്ന് തരിപ്പണമായി, അവരില്ലാതായി എന്ന് മാറാം. അതൊരു ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ഒരു വലിയ പാഠമാണ്. ഏതാണ്ട് ആ തട്ടിലേക്ക് ശ്രീഗോകുലം മൂവീസും പോകുന്നു എന്നതിൻ്റെ സൂചനയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ സുഭാസ്കര അലിയും അതുപോലെ തന്നെ ഗോകുലം ഗോപാലും തമ്മിലൊരു ബന്ധമുണ്ടായത് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം ഗോകുലം ഗോപാലിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കി, എത്ര വലിയ പ്രതിസന്ധിയിൽ അദ്ദേഹം പെട്ടുപോയി. തീർച്ചയായിട്ടും ED ബ്ലസ് ചെയ്തിട്ട് പോയി എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ ED അങ്ങനെ ഒരു കാര്യമേ അറിഞ്ഞിട്ടില്ല എന്ന് ED ഇറക്കിയ നോട്ടീസിൽ പറയുന്നു. ഞങ്ങൾ ബ്ലസ് ഒന്നും ചെയ്തിട്ടില്ല, കോടിക്കണക്കിന് രൂപയുടെ ഏകദേശം 1100 കോടി രൂപയുടെ ഇടപാടുകൾ കൃത്രിമത്വം, സാമ്പത്തിക ഇടപാടുകൾ പിന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ 1100 കോടി രൂപ കണ്ടെത്തി ED എങ്ങനെയാണ് ബ്ലസ് നന്നായിരിക്കൂ, ഇതിലും വലിയ കോടികൾ നിങ്ങൾ കള്ളപ്പണമായി ഉണ്ടാക്കിക്കോളൂ എന്ന് പറഞ്ഞ് ബ്ലസ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഗോകുലം ഗോപാലന്റെ അടിവേരിളക്കുന്ന തരത്തിലാണ് എമ്പുരാനിൽ ഗോകുലം ഗോപാലൻ കൈവച്ചത് എന്ന് തന്നെ പറയണ്ടേ. ലൈക്കയെ നശിപ്പിച്ചത് ഇന്ത്യൻ 2 ആണെങ്കിൽ ഗോകുലത്തിന്റെ അടിവേരിളക്കുന്നത് എമ്പുരാനിലൂടെയാണ് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ഇനി എന്തായിരിക്കും, ഈ പ്രതിസന്ധികളൊക്കെ നേരിടാൻ കഴിയുമോ? അതാണ് ഇവിടുത്തെ പ്രശ്നം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ലൈക്ക പ്രൊഡക്ഷൻ ഇന്ത്യൻ 2 നിർമ്മിച്ച് തകർന്നു നിന്നപ്പോൾ വിടാമുയർച്ചി എന്ന് പറഞ്ഞിട്ട് അജിത്തിനെ നായകനാക്കിയിട്ട് ഒരു സിനിമ എടുത്തു. അതായത് നമ്മൾ ഈ കച്ചിത്തുരുമ്പെന്ന് പറയത്തില്ലേ, അവസാന പ്രതീക്ഷ എന്ന നിലയിലാണ് ആ സിനിമ എടുത്തത്. ആദ്യത്തെ ദിവസം ബോക്സ് ഓഫീസിൽ കളക്ഷനൊക്കെ ഉണ്ടായി. പക്ഷേ രണ്ടാമത്തെ ദിവസം പോലെ കംപ്ലീറ്റ് ആളുകളും ആ സിനിമയെക്കുറിച്ച് മോശം അഭിപ്രായം ഉയരുകയും ആ സിനിമ തകരുകയും ചെയ്തു. അന്ന് പറഞ്ഞത് ഇനി മോഹൻലാൽ, അതായത് ലാലേട്ടൻ ഈ പറയുന്ന ലൈക്കയുടെ രക്ഷകനായിട്ട് വരുന്നു. അങ്ങനെ ലൈക്ക അവിടെ പണമൊക്കെ നിക്ഷേപിച്ചു, സിനിമയുടെ പ്രൊഡക്ഷനും പൂർത്തിയായി. ഇതിനുശേഷമാണ് ഗോകുലം ഗോപാലൻ ഇതിന്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ആ ചുമതലയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഗോകുലം ഗോപാലൻ പിന്നീട് അതിലേക്ക് വന്നു പെട്ടതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പിന്നീട് ഗോകുലം ഗോപാലൻ പറയുന്നു, ഈ എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രത്തിന്റെ നിർമ്മാതാവ് എന്ന നിലയിൽ തൻ്റെ കമ്പനി, തൻ്റെ ചിട്ടി ഫണ്ട്, ഫാക്ടറി എല്ലാത്തിനും വലിയ പബ്ലിസിറ്റി കിട്ടി. അപ്പോൾ എമ്പുരാന്റെ നിർമ്മാതാവ് എന്ന നിലയിൽ മോഹൻലാലും പൃഥ്വിരാജും അതുപോലെ തന്നെ ആന്റണി പെരുമ്പാവൂരും ഒക്കെ പറഞ്ഞു, ഞങ്ങളെ നിർണായക ഘട്ടത്തിൽ സഹായിച്ചത് ഗോകുലം ഗോപാലേട്ടനാണെന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് വലിയ പബ്ലിസിറ്റി കിട്ടി. അപ്പോൾ സ്വന്തം ഹോട്ടൽ വ്യവസായത്തിൽ ഉൾപ്പെടെയുള്ള വലിയ ഹൈപ്പ് കിട്ടിയതിൻ്റെ ഒരു സന്തോഷത്തിൽ ഗോകുലം ഗോപാലൻ ഇരിക്കുകയായിരുന്നു. ഈ സമയത്താണ് പഴയ കേസുകൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നത്, 1000 കോടിയുടെ കൃത്രിമത്വം പറയുന്നത്. മാത്രമല്ല 550 കോടിയിലധികം രൂപ വിദേശ നാണയ ചട്ടമുണ്ട്, ആ വിനിമയ ചട്ടമൊക്കെ ലംഘിച്ചു. മാത്രമല്ല വിദേശത്തേക്ക് പണം അയച്ചതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ തന്നെ ഈ സുഭാസ്കര അല്ലി രാജയുമായി ബന്ധപ്പെട്ട കണക്ഷൻ ആണെന്ന് പറയപ്പെടുന്നു. സുഭാസ്കർ അല്ലി രാജ, അതെ, അതാണ് ഈ ലൈക്കയുടെ ഉടമസ്ഥൻ. അയാൾ ജോർദാനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇപ്പൊ പുറത്തു വരുന്ന കാര്യം ജോർദാനല്ല, തമിഴ് പുലികളുമായിട്ട് ബന്ധമുണ്ട്. അപ്പം തമിഴ് പുലികൾ ഉൾപ്പെടെ ജിഹാദികൾ ഉൾപ്പെടെ ഉള്ളവരുമായിട്ടുള്ള ചില ബന്ധങ്ങൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ ആ ബന്ധത്തിന്റെ കണക്ഷൻ പൃഥ്വിരാജിലേക്ക് നീങ്ങുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സിനിമയിൽ ഉൾപ്പെട്ട ഗോകുലം ഗോപാലൻ അറിയാതെ അതിൽ ചെന്ന് പെട്ടു എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരുന്നു. എന്തായാലും ലൈക്ക പ്രൊഡക്ഷൻ ഉണ്ടായതുപോലെ ഒരു ദുരനുഭവം ഈ ശ്രീ ഗോകുലം മൂവീസിനെ കാത്തിരിക്കുന്നു. കാരണം ആ അല്ലി രാജയുടെ കണക്ഷനിൽ ജിഹാദികൾക്ക്, ഈ തീവ്രവാദി ഭീകരവാദികൾക്ക് എന്താണ് ബന്ധമെന്നുള്ളത് സംബന്ധിച്ച് ചില സംശയങ്ങൾ, സൂചനകൾ അന്വേഷണ ഏജൻസിക്ക് കിട്ടിയിട്ടുണ്ട്. അവർ ആ അന്വേഷണം ആരംഭിക്കുന്നുണ്ട്. ലൈക്കയുടെ ഇന്ത്യയിലെ ഓഫീസുകൾക്ക് മുമ്പിൽ നേരത്തെ തന്നെ ED റെയ്ഡ് നടത്തിയതാണ്. ഇതെല്ലാം കൂടെ കൂട്ടി കണക്ട് ചെയ്ത് വരുമ്പോൾ കുറെ സംശയങ്ങൾ ഗോകുലം ഗോപാലിന് നേരെ നീരളില്ലേ. ഗോപാലൻ ഇനി ഓടിയ പുല്ല് ഉരുക്കുമെന്ന് നോക്കി കാണുന്നു.